നമസ്കാരം. ഇത് നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കില്ലല്ലോ. നമ്മളെ കേരളത്തിൽ പ്രത്യേകിച്ച് കാസർഗോഡേക്ക് വെസ്റ്റ് ബംഗാളിൽ നിന്ന് മീനിൻ്റെ കുഞ്ഞുങ്ങളുമായി വന്ന വണ്ടിയാണ്. ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അനാബസിൻ്റെ മീൻ കുഞ്ഞുങ്ങളെ വിതരണം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവരെത്തിയിരിക്കുന്നത്. ഇത് മീൻ കുഞ്ഞുങ്ങളെ നോക്കിയാൽ വെള്ളമില്ലാണ്ട് ഇതിനെ തൂക്കിയിട്ടാണ് നമ്മുടെ എണ്ണം തിട്ടപ്പെടുത്തുന്നത്. 1 കിലോ 3000 കുഞ്ഞുങ്ങൾ 1 കിലോ കൂടുതലുണ്ടാകുമെന്നാണ് ഇവർ പറയുന്ന കണക്ക്. എണ്ണി നോക്കിയിട്ട് അത് തൂക്കിയിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെയാണ് കർഷകർക്ക് മീൻ കുഞ്ഞുങ്ങളെ ഇവർ വിതരണം ചെയ്യുന്നത്. ഏകദേശം ഒരാഴ്ച മുമ്പ് ആയി. ഇപ്പോൾ വണ്ടി വന്നിട്ട് 4 ദിവസമാകുന്ന ഒരു കണക്ക്. ഏകദേശം വെസ്റ്റ് ബംഗാളിൽ വണ്ടി ഡ്രൈവ് ചെയ്ത് ഇതിനകത്ത് വെള്ളമൊക്കെ കണ്ടില്ല. അതിനകത്ത് വെള്ളത്തിനകത്ത് ചെറിയ നെറ്റ് ഉപയോഗിച്ചിട്ട് ഇവർ പിടിച്ചിട്ട് ബക്കറ്റിലിട്ട് തൂക്കിയിട്ടാണ് കർഷകർക്ക് കൊടുക്കുന്നുള്ളത്. നമുക്കിപ്പോൾ പറഞ്ഞാൽ വിശ്വസിക്കും. വെസ്റ്റ് ബംഗാളിൽ നിന്ന് എത്ര കിലോമീറ്റർ ഉണ്ടാവും നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ അറിയാൻ പറ്റും. ഒരുപാട് കിലോമീറ്ററുകൾ താണ്ടിയിട്ടാണ് ഈ മീൻ കുഞ്ഞുങ്ങളെ ഇവിടെ കേരളത്തിലെത്തിച്ചിട്ട് ഇവിടെ വിതരണം ചെയ്യുന്നത്. ഏതായാലും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് സംഭവങ്ങൾ. ഞാനും കുറച്ച് മീൻ കുഞ്ഞുങ്ങളെ എനിക്കും ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. മുൻ വർഷങ്ങളിലും ഇതുപോലെ മീൻ കുഞ്ഞുങ്ങളെ കിട്ടി. പക്ഷേ ഈ തരത്തിലല്ല, അത് പാക്ക് ചെയ്തിട്ടായിരുന്നു വന്നത്. 200-500 മീൻ കുഞ്ഞുങ്ങൾ പാക്ക് ചെയ്തത്. വണ്ടിയെ രജിസ്ട്രേഷൻ നമ്പറൊക്കെ നോക്കിയത് വെസ്റ്റ് ബംഗാൾ 23F കണ്ടില്ലേ. വെസ്റ്റ് ബംഗാളിൻ്റെ വണ്ടിയിലാണ് മീൻ കുഞ്ഞുങ്ങൾ വന്നിട്ടുള്ളത്.